morning to all respected principal, teachers, parents and my dear friends. On this great day, I wish you all a very happy Gandhi Jayanti. Gandhi Jayanti is celebrated on 2nd October in every year. It is the birth anniversary of Mahatma Gandhi. Mahatma Gandhi was a great leader of India. His full name was Mohandas Karamchand Gandhi. Gandhiji is also known as Bapuji and father of the nation. Mahatma Gandhi believed in simple living and high thinking. Gandhi Jayanti is known as the International Day of Non-Violence. On this day, everyone should pledge that we will always follow Gandhi's path of truth and non-violence. Thank you. Good morning everyone. My name is Kaushika Panikkar. I am studying in 5th B at JHS School. all, respected teachers, principal and my dear friends. On this great day, I wish you all a very happy Gandhi Jayanti. Gandhi Jayanti is celebration on October 2nd every year. It is birthday anniversary of Mahatma Gandhi. Mahatma Gandhi, his full name is Mohandas Karamchand Gandhi. He is also known as of the father of our nation. Mahatma Gandhi believed in simple living, high thinking. എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് എൻ്റെ നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2. ഒക്ടോബർ 2ന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ജന്മം കൊണ്ട ദിവസം. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദർ എന്ന സ്ഥലത്ത് ജനിച്ചു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ കരംചന്ദ് ഗാന്ധിയും പുത്ലിബായുമാണ്. സ്നേഹത്തോടെ ആളുകൾ ബാപ്പുജി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവായിരുന്നു അദ്ദേഹം. സത്യാഗ്രഹം എന്ന പുതിയ സമരമുറിയിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം പോരാടി. സത്യത്തിനും അഹിംസയ്ക്കും തന്റെ ജീവനോളം തന്നെ പ്രാധാന്യം കൊടുത്തു. അങ്ങനെ 1948 ജനുവരി 30 അദ്ദേഹം നമ്മുടെ ലോകത്തോട് തന്നെ രക്തസാക്ഷിയായി. അദ്ദേഹം പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ പഠിച്ച് ഗാന്ധിജി നയിച്ച വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു വാക്കുകൾ ഞാൻ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഗാന്ധി ജയന്തി ആശംസകൾ. നന്ദി. ജയ് ഹിന്ദ്. Good morning everyone. Today is 2nd October, the day we celebrate Gandhi Jayanti. Gandhi Jayanti is celebrated to remember Gandhi's principles of peace and non-violence and educate and inspire the present generation. The contribution made by Gandhiji to make India an independent country. He has gone through a long struggle so that the people of India can breathe in an independent nation. Gandhiji's full name was Mohandas Karamchand Gandhi. He was born in a small coastal town of Gujarat, known as Porbandar, in 1869. He was honest and truth lover. Gandhiji spent a major part of his life to get freedom for our country. During the struggle, Gandhiji has to go jail for several times. His important movement was Quit India movement, was a call to British to leave India and go. A speech is not enough to speak about Mahatma Gandhi values and duties. Thank you. Jai Hind, Jai Bharat. മാന്യ സദസ്സിന് നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ദിവസം. 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിച്ചത്. ഗാന്ധിജിയുടെ അച്ഛന്റെ പേര് കരംചന്ദ് ഗാന്ധി എന്നും അമ്മയുടെ പേര് പുത്ലിബായ് എന്നുമായിരുന്നു. സ്നേഹത്തോടെ ആളുകൾ ബാബുജി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുവാൻ സ്വാതന്ത്ര്യ സമരം നയിച്ച നേതാവായിരുന്നു ഗാന്ധിജി. സത്യാഗ്രഹം എന്ന പുതിയ സമരമുറയിലൂടെ ആണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. സത്യത്തിനും അഹിംസയ്ക്കും തന്റെ ജീവനോളം പ്രാധാന്യം അദ്ദേഹം കൊടുത്തു. 1948 ജനുവരി 30 നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി അദ്ദേഹം രക്തസാക്ഷിയായി. ഗാന്ധിജി പഠിപ്പിച്ച പാഠങ്ങൾ പഠിച്ച്
അദ്ദേഹം കാണിച്ച വഴിയിൽ നമുക്ക് സഞ്ചരിക്കാം. എല്ലാവർക്കും ഗാന്ധി ജയന്തിയുടെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. കൂട്ടുകാരെ, ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം. മഹാത്മാഗാന്ധി ജനിച്ച ദിവസം. നമ്മൾ കുട്ടികൾ ബാപ്പുജി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന മഹാത്മാഗാന്ധി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ വെച്ചാണ് ജനിച്ചത്. പുത്ലിബായും കരംചന്ദ് ഗാന്ധിയുമാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. കസ്തൂർബ ഗാന്ധിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. ഗുജറാത്തിലെ പ്രാഥമിക പഠനത്തിന് ശേഷം സൗത്ത് ആഫ്രിക്കയിൽ ഉപരിപഠനത്തിന് വേണ്ടി പോയി. ലണ്ടനിൽ ബാരിസ്റ്റർ ഉദ്യോഗം അനുഷ്ഠിച്ചു. 1915 അദ്ദേഹം തിരിച്ചിന്ത്യയിലേക്ക് എത്തി. ആ ദിവസം ഇന്ത്യ സർക്കാർ പ്രവാസി ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയിലെ ആൾക്കാരുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും കണ്ട ഗാന്ധിജി അവർക്ക് വേണ്ടി സത്യാഗ്രഹങ്ങൾ നടത്തി. തന്റെ എല്ലാ സുഖസവിശേഷതകളും ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം സത്യാഗ്രഹങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ചെയ്തു. ഗാന്ധിജിയുടെ അനുയായികളുടെ നിരന്തരമായ പരിശീലനം മൂലമാണ് ഇന്ത്യക്ക് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ചത്. 1948 ജനുവരി 30 നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റ് അദ്ദേഹം മരിച്ചു. ആ ദിവസം രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു. നമ്മുടെ ഈ കൊച്ചു കേരള അദ്ദേഹം 5 പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. മഹാത്മാ, അർദ്ധനഗ്നനായ ഫക്കീർ, ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹി എന്നിവയെല്ലാം അദ്ദേഹത്തിന് കിട്ടിയ വിശേഷങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത കഥയാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. നന്ദി. Good morning everyone, I'm Saz Rashidie. I'm going to say a speech of Gandhi Jayanti. Our third important national festival is Gandhi Jayanti, which is celebrated on 2nd October every year. Mahatma Gandhi, the father of our nation, was born on 2nd October 1869. His birthday is celebrated as national festival all over the country. നമസ്കാരം. ആദ്യമായി എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. സത്യവും അഹിംസയും ലോകത്തിന് സമ്മാനിച്ച ബാപ്പുജിയുടെ ജന്മദിനമാണ്. ഗാന്ധിയൻ ആശയത്തോടുള്ള ബഹുമാനാർത്ഥം ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ 2 അഹിംസാ ദിനമായി ആചരിക്കുന്നു. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രയത്നിക്കുകയും ഒടുവിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്തു. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായുടെയും മകനായി ജനിച്ചു. കുട്ടിക്കാലം മുതൽ സത്യസന്ധത പാലിച്ചു വന്ന മൂല്യബോധമുള്ള കുട്ടിയായിരുന്നു ഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് അദ്ദേഹം നൽകിയ സംഭാവന ചെറുതല്ല. അഹിംസയിലൂന്നിയ സമര സിദ്ധാന്തങ്ങളിലൂടെ ലോക പ്രശസ്തനായി. ഏത് കഠിനമായ പ്രതിസന്ധിയിലും സത്യം, അഹിംസ എന്നീ മൂല്യങ്ങൾ അടിയുറച്ച് പ്രവർത്തിക്കുകയും അത് ജീവിതശൈലിയാക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ആത്മാക്കൾ ഗ്രാമങ്ങളിലാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഗ്രാമവികസന പദ്ധതികൾ മുന്നോട്ട് വെച്ചു. മഹാമാരി പടർന്നു പന്തലിക്കുന്ന ഈ സാഹചര്യത്തിൽ ലാളിത്യം, സഹജീവി സ്നേഹം എന്നീ ഗാന്ധി ആശയങ്ങൾ നമുക്ക് പിൻപറ്റാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മാനസരശ്മി, നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴികാട്ടി, അഹിംസ എന്ന ആയുധത്തിനാൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച വ്യക്തിത്വം, കുട്ടികളുടെ സ്വന്തം ബാപ്പുജി, ഇതെല്ലാമായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. നമ്മളുടെ സ്വന്തം ഗാന്ധി അപ്പൂപ്പന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ് നാം ഇന്ന്. 1869 ഓഗസ്റ്റ് 2 ഗാന്ധിജി എന്ന മഹത് വ്യക്തി കരംചന്ദ് ഗാന്ധിയുടെ പുത്ലിബായിയുടെ മകനായി പിറവികൊണ്ടത്. ഗാന്ധിജി തന്റെ ആയുസ് മുഴുവൻ നടത്തിയ പോരാട്ടത്തിലും സത്യാഗ്രഹങ്ങളിലും ഏറ്റുവാങ്ങിയ മർദ്ദനത്തിലും ഫലമായിട്ടാണ്
1947 ഓഗസ്റ്റ് 15 നാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. ഏറ്റവും വലിയ സൈന്യത്തെ ആയുധം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം മറ്റൊരു സമരമുറ ആരംഭിച്ചു. അഹിംസയിലൂടെ സത്യാഗ്രഹം. കണ്ണിനു പകരം കണ്ണ് എന്ന നയം ലോകത്തെ അന്ധമാക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എല്ലാ മനുഷ്യരിലും ദൈവീകത സന്ദർശിച്ച അദ്ദേഹം തൊട്ടുകൂടായ്മയെ മാറ്റി നിർത്തി പിന്നി ഭരിക്കുന്ന ബ്രിട്ടീഷിനെതിരെയുള്ള തന്ത്രങ്ങൾ പോരാടി. ഹിന്ദു മുസ്ലിം ഐക്യത്തിൽ അടിച്ചുറച്ചിരുന്ന അദ്ദേഹം തൊട്ടുകൂടായ്മയെ ഹരിജനങ്ങൾ എന്ന് അഭിസംബോധന ചെയ്തു മറ്റൊരു മാറ്റത്തിന് തുടക്കമായി. ജനങ്ങളെല്ലാം ഒന്നാണെന്ന ബോധമാണ് അദ്ദേഹത്തിനെ ഇതെല്ലാം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചത്. വ്യക്തിജനങ്ങളെയും പൊതുജനങ്ങളെയും സത്യസന്ധതയും സംശുദ്ധിയും പുലർത്തുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എല്ലാവർക്കും ഗാന്ധി ജയന്തി ദിന ആശംസകൾ. Good morning to all my dear friends and my teachers. Today I am here to present a speech about Gandhi Jayanti. Today we all celebrate Gandhi Jayanti. Every year, 2nd October is celebrated as Gandhi Jayanti. While the country observes a national holiday, multiple events like compacts, rallies, poster making and speeches are organized in every nook and corner of the country. Born on 2nd October in Porbandar, Mahatma Gandhi is an inspiration for millions of people. Started as a student of law, his journey is replete of trials and turmoils. In 1906 to 1907, Mahatma Gandhi started a satyagraha in South Africa against the compulsory registration and passes for Indians. Thank you. Jai Hind. Respected teachers and friends, hello, I am here with a speech on Gandhi Jayanti. Dear friends, October 2nd is celebrated as Gandhi Jayanti every year. Gandhiji is the father of our nation. He led the freedom struggle for India's independence. We pay tribute to Mahatma Gandhi at the memorial at Rajput, Delhi. Raghupati Raghava Rajaram, which is the favorite bhajan of Mahatma Gandhi, make feel us divine power. Gandhiji is we reinstall the feeling of patriotism and nationalism by celebrating Gandhi Jayanti. Jai Hind. Good morning all. I am Gayatri K. Shrigmar is here with a speech on Gandhi Jayanti. As we all know, Mohandas Karamchand Gandhi was born on 2nd October 1869. This is his 151st birth anniversary. Because of his struggle for India's independence, Netaji Subhash Chandra Bose gave him the name Father of the Nation. Every year on 2nd October, we celebrate Gandhi Jayanti to pay a tribute to him. Gandhi Jayanti is celebrated to remember Gandhi's principles of peace and non-violence and to educate and inspire the present generation. The contributions made by Gandhiji to make India an independent country. He has gone through a long struggle so that the people of India can breathe in an independent nation. Every year, Gandhi Jayanti is feasted at Rajghat, Delhi. Our Prime Minister, along with the President of India, gather there to pay the tribute by offering flowers to his Samadhi. Also, his favorite song, Raghupati Raghava Rajaram, is sung for him. All the schools, colleges, private and national organizations remain closed on this national holiday. Mahatma Gandhi was a man who gave his whole life to the nation. No doubt, people referred to him as the father of the nation. He was a devotee of truth and non-violence. His empathy for the poor, oppressed and the lower caste people is absolutely unparalleled. This great man continues to command respect not only in India but all over the world. In his honor, the UN General Assembly has announced this day as International Day of Non-Violence. Thank you. മഹാത്മാഗാന്ധി. അതെ,
ടാഗോർ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചു. ആ മഹാത്മാവിൻ്റെ നേതൃത്വത്തിൽ നാം ഭാരതീയർ സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം നുണഞ്ഞു. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ അദ്ദേഹം ജനിച്ചത്. സുഭാഷ് ചന്ദ്രബോസാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. 1917 അദ്ദേഹം ഇന്ത്യയിലെ തൻ്റെ ആദ്യത്തെ സത്യാഗ്രഹം നടത്തി. പിന്നീടങ്ങോട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ നാൾ വരെ എത്രയെത്ര സത്യാഗ്രഹ സമരങ്ങൾ. രാജ്യത്തിൻ്റെ നാനാഭാഗത്ത് അനീതിക്കെതിരെ നടന്ന പ്രക്ഷോഭങ്ങളിൽ അദ്ദേഹം ഒപ്പം നിന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ 5 തവണ മഹാത്മാജി വന്നിട്ടുണ്ട്. 1925 നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവിനെയും അദ്ദേഹം സന്ദർശിച്ചു. ഒക്ടോബർ 2 നമ്മൾ അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികളിൽ പ്രതിഫലിക്കുമാറാകട്ടെ. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അതുപോലെ തന്നെ നാം ഓരോരുത്തരും സ്വന്തം ജീവിതം കൊണ്ടുതന്നെ മറ്റുള്ളവർക്ക് മാതൃകയാവുക. നന്ദി, നമസ്കാരം. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 നാം ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നു. ഗുജറാത്തിലെ പോർബന്തറിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. കുട്ടിക്കാലത്ത് തന്നെ ഗാന്ധിജി സത്യസന്ധതയും അച്ചടക്കവും പാലിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു. ഈ വേളയിൽ നമുക്ക് ഗാന്ധിജിയുടെ ഒരു സത്യസന്ധതയെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥ നമ്മൾക്ക് കേൾക്കാം. ഒരിക്കൽ ഗാന്ധിജിയുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ വിദ്യാഭ്യാസ ഓഫീസർ പരിശോധനയ്ക്ക് വന്നു. ആ കഥ നിങ്ങൾക്കറിയാമോ? കുറേ പേർ വായിച്ചിട്ടുണ്ടാകും. കുട്ടികളെ കൊണ്ട് അദ്ദേഹം ഇംഗ്ലീഷ് വാക്കുകൾ എഴുതിപ്പിച്ചപ്പോൾ കിച്ചൺ എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് കൊച്ചു ഗാന്ധിജിക്ക് അറിയുകയില്ലായിരുന്നു. അടുത്ത കുട്ടിയുടേത് നോക്കി എഴുതാൻ ഗാന്ധിജിയുടെ അധ്യാപകൻ പറഞ്ഞിട്ടും ഗാന്ധിജി അതിന് തയ്യാറായില്ല. തന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കുകൾക്ക് ഏറെ വില കൊടുത്തിരുന്ന ഗാന്ധിജി അതൊരിക്കലും തെറ്റാതെയും നോക്കിയിരുന്ന കുട്ടിയാണ്. തന്റെ ചെറിയ തെറ്റുകളിൽ പോലും ഏറെ വേദനിച്ചിരുന്ന അദ്ദേഹം നന്മയുടെ നിറകുടമായിരുന്നു. ആരെയും ഉപദ്രവിക്കാതിരുന്ന അദ്ദേഹം അക്രമരഹിത സമരങ്ങളിലൂടെയാണ് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ലളിത ജീവിതമായിരുന്നു ഗാന്ധിജി നയിച്ചിരുന്നത്. കർഷകരെയും പാവപ്പെട്ടവരെയും ഗാന്ധിജി ഏറെ സ്നേഹിച്ചിരുന്നു. പിന്നോക്കക്കാരി ഗാന്ധിജി ഹരിജനങ്ങൾ എന്ന സ്നേഹത്തോടെ വിളിച്ചു. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ എല്ലാം അദ്ദേഹം ആത്മാർത്ഥതയോടെ നിർവഹിച്ചു. സ്വന്തം ജോലികൾ സ്വയം ചെയ്തിരുന്ന അദ്ദേഹം ചർക്കയിൽ സ്വയം നുള്ളിച്ചിരുന്നു. മദ്യപാനത്തെ വെറുത്തിരുന്ന ഗാന്ധിജി എല്ലാ മതങ്ങളെയും ഒരേപോലെ ബഹുമാനിച്ചിരുന്നു. എല്ലാവരെയും നന്നായി സ്നേഹിച്ചിരുന്നു. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിൽ എന്നായിരുന്നു ഗാന്ധിജിയുടെ അഭിപ്രായം. ഏറെ മഹാന്മാരെ സ്വാധീനിച്ച അദ്ദേഹം ലോകത്തിനാകെ മാതൃകയാണ്. നമുക്കും ഗാന്ധിജിയെ പോലെ ആകാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ, ടീച്ചർ, മാതാപിതാക്കൾ, പിന്നെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം. അതിനാൽ ഞാൻ ആ മഹത്വതയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാനായി ആഗ്രഹിക്കുന്നു. 1769 ഒക്ടോബർ 2 കരംചന്ദ് ഗാന്ധിയുടെയും പുതലിബായിയുടെയും 3 പുത്രന്മാരിൽ ഇളയവനായിട്ടായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഗാന്ധിജിയുടെ ജനനം. ഗാന്ധിജിയുടെ അഹിംസ തത്വചിന്തയുടെ സ്മരണയാക്കി ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ 2 രാജ്യാന്തര അഹിംസാ ദിനമായാണ് ആചരിക്കുന്നത്. 2007 ജൂൺ 15 മുതലാണ് രാജ്യാന്തര അഹിംസാ ദിനമായി ആഘോഷിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനമെടുത്തത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ഗാന്ധിജി നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടുകയും തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തു. 1942 അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കമിട്ടു. അഹിംസയിലൂടെയും സത്യാഗ്രഹമെന്ന സമരമുറയിലൂടെയുമാണ് അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥ പച്ചയായ ജീവിത ഭാഗങ്ങളുടെ പ്രതിഫലമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. നന്ദി, നമസ്കാരം. Good morning all. My name is Madhav P. Today I am going to tell about Mahatma Gandhi. Mahatma Gandhi was born on 2nd October 1869 in Porbandar, Gujarat, in a Hindu family. His father, Karamchand Gandhi,
was Chief Minister of Porbandar. He was the greatest freedom fighter. He was also called the father of nation or Rashtrapita. He always wear a simple dhoti made from khadi. He believed in simple living and high thinking. He started non-cooperation and non-violence movements to gain freedom from the British rule. This great leader of our country died on 13th January 1948. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നമുക്കൊന്നിച്ച് കൊറോണ എന്ന മഹാമാരിയെ നേരിടാം. എല്ലാവരും മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, ശരീരം നന്നായി സോപ്പ് ഉപയോഗിച്ച് കഴുകുക. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ജയ് ഹിന്ദ്.